ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 4-ാം അധ്യായം. മൈത്രേയ ഉവാച. ഏതാവദ്ദുക്ത്വാ വിരരാമശങ്കരഃ പത്ന്യംഗനാശം ഹ്യുഭയത്ര ചിന്തയൻ സുഹൃദ്ദിദൃക്ഷു പരിശങ്കിതാ ഭവാൻ നിഷ്ക്രാമതി നിർവിശതി ദ്യുദാസസാ. മൈത്രേയർ പറഞ്ഞു. ശ്രീ ശിവൻ ഇത്രമാത്രം പറഞ്ഞ ശേഷം ഒന്നും മിണ്ടാതെ ഉദാസീനനായിരുന്നു. അഭിമാനാധിക്യം നിമിത്തം പിതൃഗൃഹത്തിലേക്ക് പോകണമെന്നുള്ള ഇച്ഛയെ ബലാത്കാരേണ വിരോധിച്ചാൽ സതിയുടെ ശരീരനാശം ഇവിടെ വെച്ചുണ്ടാകും. ദക്ഷൻ്റെ സമീപത്തു ചെന്നാൽ അപ്പോൾ ലഭിക്കുന്ന തിരസ്കാരം നിമിത്തം അവിടെയും ശരീരം നശിക്കും. എന്നാൽ ഇവിടെ വെച്ചുണ്ടാകുന്ന വിഷം പിതൃഭവനത്തിലേക്ക് പുറപ്പെട്ട പുത്രിയെ നിർബന്ധിച്ച് ദേഹനാശത്തിനിടയാക്കി എന്നുള്ള അപകീർത്തി തന്നിൽ വന്നു ചേരും. പിതൃഗൃഹത്തിൽ വെച്ചാകുന്ന പക്ഷം ദക്ഷൻ്റെ അഭിമാന നിവൃത്തിക്ക് കാരണമായി വരുമെന്നോർത്തതിനാലാണ് ഉദാസീനതയെ അവലംബിച്ചത്. സതീദേവിയാകട്ടെ 2 വിധം ഭാവത്താൽ പീഡിതയായി ഭവിച്ചു. മാതാപിതാക്കന്മാരെയും സുഹൃത്തുക്കളെയും കാണുവാനുള്ള ആഗ്രഹാധിക്യത്താൽ സ്വഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടുപോയി. അപ്പോൾ തന്നെ സ്വഭർത്താവായ ഭഗവാന്റെ അനിഷ്ടത്തിൽ നിന്ന് ഭയപ്പെട്ടതുകൊണ്ട് ഗൃഹാന്തർഭാഗത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. ഇങ്ങനെ 2 വിധം ഭാവത്താൽ 2 വിധം രൂപമുള്ളവൾ എന്ന പോലെ ഭവിച്ചു. സുഹൃദ്ദിദൃക്ഷ പ്രതിഘാത ദുർമനാഹ സ്നേഹാദ്രുതത്യശ്രുകലാദിവിഹ്വല ഭവം ഭവാന്യപ്രതിപൂരുഷം രുഷ പ്രദക്ഷ്യതി വൈഷതജാതവേ വധുഹു. സുഹൃത്തുക്കളെ കാണുവാനുള്ള ആഗ്രഹത്തിന് തടസ്സം നേരിട്ടതിനാൽ മനസ്സിന് സ്വാസ്ഥ്യമില്ലാതെയായി. മാതാപിതാക്കന്മാരിൽ ബലമായി ഉത്ഭവിച്ച സ്നേഹാധിക്യം നിമിത്തം കരഞ്ഞു തുടങ്ങി. കണ്ണീർ ശരീരത്തിലൊഴുകി പരവശയായി തീർന്നു. അതോടുകൂടെ ദേഷ്യവും അധികരിച്ചു. ന്യായാന്യായ വിചാരശക്തി നശിച്ചു. സകല കല്യാണ ഗുണസമ്പൂർണനും കരുണാനിധിയും അപ്രതിപൂരുഷനുമായ പരമേശ്വരനെ ദഹിപ്പിക്കുന്നവളോ എന്ന് തോന്നുമാറ് ക്രോധത്തിൻ്റെ ബാഹ്യചേഷ്ടകളായ ശരീരകമ്പാദികളോടുകൂടെ സതീദേവി നോക്കി. തതോ വിനിശ്വസ്യ സതീ വിഹായതം ശോകേന രോഷേണ ച ദൂയതാ ഹൃദാ പിത്രോരഗസ്ത്രൈണ്യവിമൂഢദീർഗൃഹാൻ പ്രേംണാത്മനോയോർദ്ധമധാത് സദാം പ്രിയഃ. അനന്തരം ഭർത്താവിൻ്റെ ആജ്ഞയെ ഉല്ലംഘിക്കുന്നതിൽ ശോകവും ഗമനത്തെ ഭർത്താവ് വിരോധിക്കുന്നതിനാൽ രോഷവും നിമിത്തം പരിതപിക്കുന്ന ഹൃദയത്തോടുകൂടിയ സതീദേവി ദീർഘനിശ്വാസം ചെയ്തു. പിടിച്ച കാര്യം സാധിക്കണമെന്നുള്ള മൂഢനിശ്ചയസ്വരൂപമായ സ്ത്രീ സ്വഭാവം നിമിത്തം വിചാരശക്തി നശിച്ചതിനാൽ സജ്ജനങ്ങളിൽ പരമവാത്സല്യത്തോടുകൂടിയ യാതൊരു ദേവൻ തന്നെക്കുറിച്ചുള്ള പ്രേമാതിശയം നിമിത്തം അർദ്ധാംശത്തെ തനിക്കായിട്ട് നൽകിയോ ആ പ്രേമസ്വരൂപനെ ഉപേക്ഷിച്ച് മാതാപിതാക്കന്മാരുടെ ഗൃഹങ്ങളിലേക്ക് യാത്ര ചെയ്തു. താമന്വഗച്ഛൻ ദ്രുതവിക്രമാം സതീം ഏകാം ത്രിനേത്രാനുചരാ സഹസ്രശഃ സപാർഷദയക്ഷ മണിമന്മദാദയഃ പുരാ വൃഷേന്ദ്രാസ്തരസാഗതവ്യദാഃ. ശിവാജ്ഞയെ അതിക്രമിച്ചും അതിവേഗത്തിൽ സഞ്ചരിച്ചും കൊണ്ട് ഏകാഗ്നിയായി പിതൃഗൃഹത്തിലേക്ക് എഴുന്നള്ളുന്ന സ്വാമിനിയെ നന്ദീശ്വരം, മണിമാൻ, മദൻ മുതലായ ശിവാനുചരന്മാരിൽ പ്രധാനികളും പാർഷിതന്മാരായ യക്ഷന്മാരും അനേകം പേർ അനുഗമിച്ചു. സ്വാമിയുടെ സമ്മതം കൂടാതെ പോകുന്ന സ്വാമിനിക്ക് നേരിടാവുന്ന അനിഷ്ടത്തെ ശങ്കിക്കുന്ന ശിവകിങ്കരന്മാർക്ക് മനസ്സിൽ വളരെ സന്താപവും ഉണ്ടായിരുന്നു. എന്നാലും സ്വാമിയുടെ ഏകനായികയായിരിക്കുന്ന സ്വാമിനിയെ അനുഗമിക്കേണ്ടതായ അവരുടെ ധർമ്മത്തെ അവർ ഉപേക്ഷിച്ചില്ല. നന്ദീശ്വരൻ ആദ്യമായി പുറപ്പെട്ടതിനാൽ മറ്റുള്ളവർ മടികൂടാതെ പുറപ്പെട്ടു. സ്വാമിയുടെ സമ്മതം സിദ്ധിപ്പാനായി കാലതാമസം വരുത്തിയില്ല. താം ശാരിക കന്തുകദർപ്പണാംബുജ ശ്വേതാദപത്ര വ്യജനാസ്രഗാദിഭിഃ ഗീതായനൈർദുന്ദുഭി ശംഖവേണുഭിർവൃഷേന്ദ്രമാരോപ്യ വിഡംഗിതായയുഃ. ഉടനെ ദേവിയുടെ എഴുന്നള്ളത്തിനു വേണ്ടുന്ന ഉപകരണങ്ങളെ പാർഷദന്മാർ അതാത് സ്ഥാനത്തിൽ പിടിച്ചു നിന്നു. സംസ്കൃതം, പ്രാകൃതം മുതലായ ഭാഷകളെ ഉച്ചരിക്കുന്ന കിളി മുതലായ പക്ഷികൾ, പന്ത് മുതലായ കളിക്കോപ്പുകൾ, കണ്ണാടി, വെൺകൊറ്റക്കുട, ആലവട്ടം, വാടാത്ത പൂക്കൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മാലകൾ, വെഞ്ചാമരം, വീണ, തമ്പുരു മുതലായ രാജചിഹ്നങ്ങളും ഗാനസാധനങ്ങളും, ദുന്ദുഭി, ശംഖം മുതലായ വാദ്യവിശേഷങ്ങൾ എന്നിവയാൽ ദേവിയെ മഹാരാജ്ഞിക്ക് വേണ്ടുന്ന ചിഹ്നങ്ങളെ കൊണ്ടലങ്കരിച്ചിട്ട് വാഹനമായ ഋഷഭത്തിൽ ഇരുത്തി എഴുന്നള്ളത്തിനെ പരിചാരകന്മാർ ആഘോഷിച്ചു. ആ ബ്രഹ്മഘോഷോർജിതയത്നവൈശസം
വിപ്രഷിജുഷ്ടം വിബുധൈശ്ച സർവശഃ മൃദ്ദാർവയ കാഞ്ചനദർഭചർമ്മഭിർ നിസൃഷ്ടഭാണ്ഡം യജനം സമാവിശത്. യത്നശാലയെ വർണ്ണിച്ചുകൊണ്ട് സതിപ്രവേശത്തെ പറയുന്നു. വേദമന്ത്രങ്ങളുടെ ഉച്ചധ്വനിയോടുകൂടിയ ഉച്ചാരണത്താൽ ഊർജിതമായും യാഗത്തിനുള്ള പശുവിനെ ഹിംസിപ്പാനുള്ള പ്രത്യേക സ്ഥാനത്തോടുകൂടിയും ഭൃഗു മുതലായ ബ്രാഹ്മണ ഋഷികളാലും ദേവന്മാരാലും അലങ്കരിക്കപ്പെട്ട സഭയോടുകൂടിയും മണ്ണ്, മരം, ഇരുമ്പ്, സ്വർണം, ദർഭ, തോൽ എന്നിവയാൽ നിർമ്മിക്കപ്പെട്ട യാഗത്തിനുപയോഗിക്കാനുള്ള ഓരോവിധം പാത്രങ്ങളോടുകൂടിയും ഇരിക്കുന്ന യത്നസ്ഥാനത്തെ സതീദേവി പ്രവേശിച്ചു. താമാഗതാം തത്ര ന കശ്ചനാദ്രിയാദ്വിമാനിതാം യത്നകൃതോഭയാജനഃ ഹൃദേ സ്വസുർവൈ ജനനീം ച സാദരാഃ പ്രേമാശ്രുകണ്ഠ്യ പരിഷസ്വജുർമുദ. ദക്ഷപുത്രിൽമാരിൽ വച്ച് ഉത്കൃഷ്ടയായ സതീദേവി സദസ്സിൽ പ്രവേശിച്ചപ്പോൾ ആ സദസ്സിൽ ഇരിക്കുന്നവരാരും ആദരിച്ച് ഉപചരിച്ചില്ല. അവർക്ക് സതീദേവിയിൽ ആന്തരമായ ബഹുമാനമുണ്ടെങ്കിലും യത്നത്തിൻ്റെ കർത്താവായ ദക്ഷനാൽ അവമാനിക്കപ്പെട്ടിരിക്കുന്ന ശിവൻ്റെ പത്നിയായതുകൊണ്ട് സതിയെ ബഹുമാനിച്ചാൽ ദക്ഷൻ കോപിക്കാതിരിക്കേയില്ല എന്നുള്ള ഭയം കൊണ്ടാണ് സദസ്യർ ആദരിക്കാഞ്ഞത്. സഹോദരിമാരും മാതാവും കണ്ട ഉടനെ വേണ്ടുന്ന ഉപചാരാദികൾ ചെയ്തു. പ്രേമാധിക്യം നിമിത്തം ഉത്ഭവിച്ച കണ്ണീരിനെ അവർ കണ്ടത്തിൽ തന്നെ അടക്കി. ഗൽഗദാക്ഷരത്തോടുകൂടെ കുശലം യോജിച്ച് സന്തോഷത്തോടുകൂടി ആലിംഗനാദികൾ ചെയ്തു. അവർ ഗൃഹത്തിലെ ഉടമസ്ഥകളായതിനാൽ അവർക്ക് ദക്ഷനെ ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല. സഹജമായ പ്രേമത്തെ മാതാവും സഹോദരിമാരും പ്രകാശിപ്പിച്ചു. എങ്കിലും സദസ്സിൽ നിന്ന് സിദ്ധിക്കേണ്ടതായ സൽക്കാരം സിദ്ധിക്കാഞ്ഞത് അവമാനം തന്നെ. സൗന്ദര്യ സംപ്രശ്ന സമർത്ഥവാർത്തയാ മാത്രാജ മാതൃശ്വസ്തൃഭിശ്ച സാദരം ദത്താം സപര്യം വരമാസനം ച സാ നാദത്ത പിത്ര പ്രതിനന്ദിത സതി. സഹോദരിമാർ അവരുടെ സ്നേഹത്തെ സൂചിപ്പിക്കുന്നതിന് മതിയായ വാക്കുകളോടുകൂടെ കുശലപ്രശ്നം ചെയ്തു. അമ്മയും അമ്മയുടെ സഹോദരിമാരും ആദരപൂർവ്വം വിശേഷസാധനങ്ങളെ നൽകുകയും ഉത്കൃഷ്ടമായ ആസനം നീക്കിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ പിതാവിനാൽ വന്നത് സന്തോഷമായി എന്നുള്ള മാത്രത്താൽ കൂടെ സ്വീകരിക്കപ്പെടാതിരുന്ന സതീദേവി മേൽപ്പറഞ്ഞ വിധത്തിൽ മാതാവ് മുതലായവർ ചെയ്ത സൽക്കാരത്തെ ഒന്നും തന്നെ സ്വീകരിച്ചില്ല. അരുദ്രഭാഗം തമവേക്ഷ്യ ചാദ്വരം പിത്രാജദേവേ ഹൃദഹേളനം വിഭോ അനാദൃത യത്ന സദസ്യതീശ്വരി ചുഗോപലോകാൻ ഇവ ദക്ഷ്യതി രുഷ. യാഗശാലയിൽ ദേവി നോക്കി. ശ്രീരുദ്രനുള്ള ഭാഗം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. സർവത്തിനും സമർത്ഥനായിരിക്കുന്ന സ്വഭർത്താവായ രുദ്രനെ യാഗത്തിന് ക്ഷണിച്ചിട്ടുമില്ല. സ്വയമേവ യാഗസദസ്സിൽ വന്നിരിക്കുന്ന തന്നെ സമുചിതമായി സ്വീകരിച്ചിട്ടുമില്ല. ഇതെല്ലാം നന്നായി ആലോചിച്ച രാജരാജേശ്വരിയായ ഭഗവതി ഈ ക്ഷണമാത്രത്തിൽ 14 ലോകങ്ങളെയും ദഹിപ്പിക്കുവാൻ ഭാവിക്കുന്നുവോ എന്നു തോന്നും വിധം യത്നസദസ്സിൽ സ്വകോപത്തെ പ്രകാശിപ്പിച്ചു. ജഗർഷസാമർഷ വിഭന്നയാഗിര ശിവദ്യുഷം ധൂമപദശ്രമസ്മയം സ്വതേജസാ ഭൂതഗണാൻ സമുത്തിത നിഗൃഹ്യ ദേവി ജഗതോഭിസൃണ്വതഃ. ദേവിയുടെ ക്രോധം ഉജ്ജ്വലിച്ചപ്പോൾ അവിടെയുള്ളവരെയെല്ലാം ധ്വംസിപ്പാനുള്ള ഒരുക്കത്തോടുകൂടെ ദേവിയുടെ പരിചാരകന്മാരായ ഭൂതഗണങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഗൗരവത്തോടുകൂടിയ സംജ്ഞാമാത്രത്താൽ അവരെ അടക്കി. പുകയേറ്റ് കണ്ണ് കലങ്ങിയിരിക്കുന്നതുപോലെ ഗർവത്താൽ മനസ്സിനും കലക്കം തട്ടിയിരിക്കുന്ന ശിവദ്വേഷിയെ അവിടെയിരിക്കുന്ന സകല ജനങ്ങളും കേൾക്കത്തക്കവണ്ണം ക്രോധത്താൽ വ്യത്യസ്ത വർണ്ണങ്ങളോടുകൂടെ പുറപ്പെടുന്ന വാക്കിനാൽ ഭഗവതി അധിക്ഷേപിച്ചു. ശ്രീദേവ്യുവാച നയസ്യ ലോകേസ്ത്യതിശായന പ്രിയസ്തദാ പ്രിയോ ദേഹഭൃതാം പ്രിയാത്മനഃ തസ്മിൻ സമസ്താത്മനി മുക്തവൈരികേ ഹൃദേ ഭവന്തം കഥമപ്രദീപയേത്. ശ്രീദേവി അരുളി ചെയ്തു. ഒരുവിധത്തിലും വൈരമില്ലാതിരിക്കുന്ന ശിവനിൽ ഭവാൻ ഏകനല്ലാതെ മറ്റേതൊരുവൻ ഇപ്രകാരം വിപരീതം പ്രവർത്തിക്കും? അഹോ കഷ്ടം! നിർവൈരനെന്ന് പറഞ്ഞതിനു കാരണം ലോകത്തിൽ ഐശ്വര്യാദികൾ അധികരിച്ചിരിക്കുന്നവരിൽ ഒരുവൻ മത്സരിച്ചു എന്ന് വരാം. ശ്രീ ശിവനെ ഐശ്വര്യാദികൾ കൊണ്ട് അതിക്രമിക്കുന്ന ഒരുവൻ ലോകത്തിൽ ഇല്ലാത്തതിനാൽ ആ സംഗതിയിൽ മത്സരിപ്പാൻ കാരണമില്ല. സ്വപ്രയോജനമില്ലെങ്കിലും സ്വപ്രിയന്മാർക്ക് വേണ്ടി ലോകത്തിൽ ഒരുവൻ മറ്റൊരുവനിൽ മത്സരിച്ചുവെന്നും വരാം. ശ്രീ ശിവന് ലോകത്തിൽ ഒരുവൻ പ്രിയനായിട്ടും മറ്റൊരുവൻ അപ്രിയനായിട്ടുമില്ല. അതിനാൽ ആ വിധത്തിലും മത്സര കാരണമില്ല. സകല ജനങ്ങളും ഏതൊരാത്മാവിൻ്റെ പ്രീതിയെ അപേക്ഷിച്ചിട്ട് ഇതരങ്ങളെ പ്രിയ വിഷയങ്ങളായി വച്ചിരിക്കുന്നുവോ
സകല പ്രാണിവർഗത്തിൻ്റെയും ഹൃദയഗുഹയിൽ പ്രകാശിക്കുന്ന ആ പരമാത്മാവായ ശ്രീ ശിവൻ സകലരുടെയും പ്രിയസ്വരൂപനാകുന്നു. അതിനാൽ ഒരു വിധത്തിലും ആരിലും വൈരമില്ലാതിരിക്കുന്ന സമസ്താത്മഭൂതനായ ആ ഭഗവാനെ ഭവാനല്ലാതെ ഏതൊരുവൻ ദേഷിക്കും? അഹോ പരമകഷ്ടം. ദോഷാൻ പരേഷാം ഹി ഗുണേഷ്വസാധവോ ഗൃഹ്ണന്തി കേചിന്ന ഭവാദൃശാദ്യുജ ഗുണാംശ ഫൽഗുൻ ബഹുലീകരീഷ്ണവോ മഹത്തമാസ്തേഷ്വ വിദത് ഭവാനകം. ഹേ ബ്രാഹ്മണ, ബ്രഹ്മപുത്രനായതുകൊണ്ട് ബ്രാഹ്മണ്യം തികച്ചും പ്രകാശിപ്പിക്കേണ്ടതായ പിതാവേ, അവിടുത്തെ ഈ പ്രവൃത്തി അതിനീചമായിരിക്കുന്നു. ദുഷിച്ചിരിക്കുന്ന അന്ധകരണത്തോടുകൂടിയ അങ്ങയെപ്പോലെയുള്ള അസാധുക്കൾ ഗുണവാന്മാരെ ശത്രുക്കളായിട്ട് സങ്കല്പിക്കുകയും അവരുടെ ഗുണങ്ങളിൽ സ്വബുദ്ധിദോഷത്താൽ ദോഷങ്ങളെ ആരോപിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഗുണങ്ങളെ ദോഷങ്ങളായിട്ട് കാണുന്നു. അത് അവരുടെ കുറ്റമല്ല, നിങ്ങളുടെ അന്ധകരണം ദുഷിച്ചതിൻ്റെ ഫലമാണ്. ശ്രീ ശിവനെപ്പോലെ മഹത്തമന്മാരാകട്ടെ അപ്രകാരമുള്ളവരല്ല. സ്വഭക്തന്മാർ അല്പമായി ചെയ്യുന്ന സൽക്കാര പൂജാദ്രവ്യങ്ങളെ അനൽപങ്ങളായി കരുതുകയും അവരുടെ സകലാഭീഷ്ടങ്ങളെയും തൽക്ഷണം സാധിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു. അങ്ങ് ഗുണവാന്മാരുടെ ഗുണങ്ങളിൽ ദോഷങ്ങളെ ആരോപിച്ചതും ശ്രീ ശിവൻ അല്പഗുണങ്ങളെ അനൽപഗുണങ്ങളായി കരുതുന്നതും എല്ലാവരും അറിഞ്ഞിരിക്കുന്ന സംഗതി തന്നെ. അതിനാൽ ഭവാൻ മഹത്തമനായ ശ്രീ ശിവനിൽ ദോഷത്തെ ആരോപിച്ചിരിക്കുന്നു. അത് ബ്രഹ്മപുത്രനായ അങ്ങയ്ക്ക് ഉചിതമായിരിക്കുന്നില്ല. അങ്ങയെപ്പോലെ അസൂയയുള്ളവർ ജനങ്ങളുടെ ദോഷങ്ങളെ മാത്രം കാണും, ഗുണങ്ങളെ കാണുകയില്ല. വേറെ ചിലർ ഗുണങ്ങളിൽ ദോഷങ്ങളെ ആരോപിക്കുകയില്ല, ഗുണങ്ങളെയും ദോഷങ്ങളെയും വേർതിരിച്ച് കാണും. അവർ മഹാന്മാർ. സാധുക്കളാകട്ടെ അന്യരുടെ ഗുണങ്ങളെ മാത്രം കാണും, ദോഷങ്ങളെ കാണുകയില്ല. അവരും മഹാന്മാർ തന്നെ. മഹത്തന്മാരാകട്ടെ ദോഷങ്ങളെ കാണുകയില്ലെന്ന് മാത്രമല്ല, അല്പഗുണങ്ങളെ അതുല്യ ഗുണങ്ങളായിട്ടുകൂടി കാണും. ഇങ്ങനെ നാനാതരക്കാരിൽ അങ്ങ് ആദ്യം പറഞ്ഞ നീചന്മാരിൽ ഉൾപ്പെട്ടത് മഹാകഷ്ടമായി. നാശ്ചര്യമേതദ്യദസൽസു സർവദാ മഹദ്ദിനിന്ദ ഗുണപാത്മവാദിഷു ശീർഷ്യം മഹാപൂരുഷപാദപാം സുബിർ നിരസ്ത തേജസ്സു തദേവ ശോഭനം. നശ്വരമായിരിക്കുന്ന ശരീരത്തെ ആത്മാവായിട്ട് ധരിക്കുവാൻ മാത്രം ദുഷിച്ചിരിക്കുന്ന അന്ധകരണവൃത്തിയോടുകൂടിയ അസത്തുക്കൾ മഹാപുരുഷന്മാരെ ഈശയോടുകൂടെ നിന്ദിക്കുന്നത് ആശ്ചര്യമല്ല. അവർക്കതുതന്നെ ശോഭനം. എപ്പോൾ ഒരുവൻ മഹാജനങ്ങളെ അതിക്രമിച്ചുവോ അതോടുകൂടെ അവൻ്റെ സകല ശ്രേയസ്സും നശിച്ചു എന്ന് ന്യായപ്രകാരം മഹാജനാതിക്രമം നിമിത്തം ദുഷിച്ചിരിക്കുന്ന ബുദ്ധിവൃത്തിയോടുകൂടിയ ഒരുവൻ നശിപ്പാൻ ഒരുങ്ങിയവനാകയാൽ ദുഷിച്ച പ്രവൃത്തിയെ ചെയ്യുന്നതിൽ ആശ്ചര്യമെന്തിരിക്കുന്നു? കാരണം പൂർണ്ണമായിരിക്കെ കാര്യം കാണപ്പെടുന്നതിൽ ആശ്ചര്യമില്ലല്ലോ. പരന്മാർ നിന്ദിച്ചാലും മഹാന്മാർ അവരെ നിന്ദിക്കുന്നവരെ ശപിക്കുകയോ നിഗ്രഹിക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും അവരുടെ പാദധൂളിയുടെ ശക്തി നിമിത്തം നിന്ദിച്ചവരുടെ തേജസ് മുഴുവനും നശിക്കുന്നു. അതിനാൽ പരമശ്രേയസാധനമായ വിവേകം നശിച്ചവർ മഹാജനങ്ങളെ നിന്ദിക്കുന്നത് അവരുടെ സ്വഭാവമെന്നു മാത്രമേ പറയുവാനുള്ളൂ. യദ്യക്ഷരം നാമ ഗിരേരിതം നൃണാം സകൃത് പ്രസംഗാധകമാശു ഹന്തി തത് പവിത്രകീർത്തിം തമലംഘ്യശാസനം ഭവാനഹോദ്വേഷ്ടി ശിവം ശിവേതരഹ. വല്ല സംഗതിവശാലും ആശ്ചര്യാദിഭാവത്തെ സൂചിപ്പിക്കുവാനായിക്കൊണ്ട് ബുദ്ധിപൂർവമല്ലെങ്കിലും വാങ്മാത്രത്താൽ രണ്ടക്ഷരത്തോടു കൂടിയ ഏതൊരു നാമത്തെ ഉച്ചരിച്ച മാത്രത്തിൽ ആ നാമം ഉച്ചരിച്ച ആൾ ആരായിരുന്നാലും അവരുടെ സകല പാപങ്ങളും പെട്ടെന്ന് നശിക്കുന്നുവോ. ലോകമലത്തെ അപഹരിക്കുവാൻ സമർത്ഥയായ കീർത്തിയും ആർക്കും അതിക്രമിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ആജ്ഞാശക്തിയും ഉള്ളതുകൊണ്ട് സർവവന്ദ്യനായിരിക്കുന്ന ആ കല്യാണ ഗുണവിഗ്രഹത്തെ ശ്രീ ശിവനെ അമംഗളുടെ മൂർത്തിയായിരിക്കുന്ന ഭവാൻ ദ്വേഷിക്കുന്നു. പാപത്തിൻ്റെ ശക്തി മഹാകഷ്ടം തന്നെ. യത്പാദപത്മം മഹതാം മനോളിഭിർ നിഷേവിതം ബ്രഹ്മരസാസവാർത്തിഭിഃ ലോകസ്യ യദ്വർഷതി ചാശിഷോർത്തിനസ്തസ്മൈ ഭവാൻ ദ്രുഹ്യതി വിശ്വബന്ധവേ. സർവസംസാര ക്ലേശങ്ങളെയും ആത്യന്തികമായി വിസ്മരിപ്പിക്കുന്ന അസാധാരണ മധുവായ ബ്രഹ്മാനന്ദത്തെ ആഗ്രഹിക്കുന്ന സനകാദികളായ മഹാന്മാരുടെ മനസ്സാകുന്ന വണ്ടുകൾ യാതൊരുവിൻ്റെ പാദപത്മത്തെ നിരന്തരം സേവിക്കുന്നുവോ, ധർമാദികളായ ശ്രേയസ്സുകളെ ആർ ഏതുവിധം ആഗ്രഹിക്കുന്നുവോ അവരവർക്ക് അതിനെ വർഷിച്ചു കൊടുക്കുന്നത് യാതൊരുവിൻ്റെ പാദപത്മമോ. ലോകാനുഗ്രഹ തൽപരനായിരിക്കുന്ന ആ ഭഗവാനെ ഭവാൻ ദ്രോഹിക്കുന്നുവല്ലോ.
അങ്ങയുടെ മോഹാന്ധകാരത്തിൻ്റെ വൈഭവം അന്യാദൃശം തന്നെ. സകാമന്മാർക്ക് ഭക്തിയെയും നിഷ്കാമന്മാർക്ക് മുക്തിയെയും നൽകുന്ന പാദപത്മത്തോടുകൂടിയ ഭഗവാനെ നിന്ദിച്ച ഭവാൻ രണ്ടു വർഗത്തിലും ഉൾപ്പെടാതിരിക്കുന്നതിനാൽ ഉഭയഭ്രഷ്ടനായി കാണപ്പെട്ടതിൽ ഞാൻ പരിതപിക്കുന്നു. കിം വാ ശിവാക്യമശിവം ന വിദുസ്ത്വധന്യേ ബ്രഹ്മാദയസ്തമവകീര്യ ജഡാശ്മശാനേ തന്മാല്യഭസ്മൻ മൃഗബാല്യവസത്പിശാചൈരേ മൂർധഭിർദദതി തച്ചരണാവസൃഷ്ടം. ബ്രഹ്മവാദികളായ ലോകേശ്വരന്മാർ ശ്രീ ശിവപാദത്താൽ സ്പർശിക്കപ്പെട്ട പദാർത്ഥങ്ങളുടെ പരിശുദ്ധിയെ അറിഞ്ഞവരായതുകൊണ്ട് അവരുടെ ശിരസിൽ ആ വസ്തുക്കളെ ധരിക്കുന്നു. ശ്മശാനത്തിൽ ജടകളെ വിരുത്തിയിട്ട് ശയിക്കുന്നു. ശ്മശാനം മാല്യവും ഭസ്മവും തലയോടും ധരിക്കുന്നു. പിശാചങ്ങളോടുകൂടെ വസിക്കുന്നു. അതിനാൽ ശിവനെന്നു പേരുണ്ടായിരുന്നാലും വാസ്തവത്തിൽ ശിവനല്ല, മംഗളരൂപനല്ല, അമംഗള സ്വരൂപനാകുന്നുവെന്നുള്ള സംഗതി ബ്രഹ്മാവാദി ദേവന്മാർ അറിയാത്തവരായി ഭവിച്ചുവോ? അങ്ങു മാത്രം ശ്രീ ശിവൻ്റെ ഈ ദോഷത്തെ അറിഞ്ഞ പരമജ്ഞാനി. ബ്രഹ്മാദികൾ അജ്ഞന്മാർ അല്ലയോ? കഷ്ടം! അങ്ങയുടെ അവിവേകത്തിൻ്റെ ആധിക്യം അങ്ങയെ അധപ്പതിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നുവെന്ന് മഹാന്മാരറിയും. അലൗകികനായ ശ്രീശിവനെ ലോകസാധാരണനായിട്ട് കരുതിയത് അങ്ങയുടെ ബുദ്ധിയുടെ സങ്കുചിത ഭാവത്തെ വെളിപ്പെടുത്തുന്നു. അലൗകികങ്ങളായ ഭാവങ്ങളോടുകൂടിയ മഹാജനങ്ങളുടെ പ്രവൃത്തിയെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് യുക്തിക്ക് യോജിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നത് അവിവേകമാണെന്ന് ഘോഷിക്കുന്ന ശ്രുതിവാക്യം അങ്ങയുടെ ശ്രോത്രത്തിൽ പ്രവേശിക്കാതിരിപ്പാൻ എന്തു കാരണം? കർണൗ പിതായ നിരയാദ്യത കൽപ്പയീശേ ധർമാവിധര്യ ശൃണിഭിർഭിരസ്യമാനേ ചിന്ത്യാത് പ്രസഹ്യ രുഷതിമസതീം പ്രഭൂശ്ചേ ജിഹ്വാമസൂനഭി തതോ വിസൃജേത് സധർമ്മഃ. ലോകത്തിൽ സർവധർമ്മങ്ങളെയും നിലനിർത്തി സംരക്ഷിക്കുന്ന മഹേശ്വരനെ നിരങ്കുശന്മാരായ ജനങ്ങൾ അധിക്ഷേപിക്കുന്ന പക്ഷം അവരെ ശാസിപ്പാൻ ശക്തിയില്ലാത്തവരാണെങ്കിൽ ആ നിന്ദ്യവാക്കുകളെ കേൾപ്പാൻ ഇടവരുത്താതെ കർണങ്ങളെ അടച്ചുകൊണ്ട് ആ സദസ്സിൽ നിന്നുടനെ പോയിക്കൊള്ളണം. ഈശ്വരനിന്ദ ചെയ്യുന്ന ആ ദുഷ്ടനെ ശാസിപ്പാനുള്ള സാമർഥ്യമുള്ളവരാണെങ്കിൽ അമംഗളവാക്കുകളെ ഉച്ചരിക്കുന്ന അവൻ്റെ ആ നാവിനെ ബലാത്കാരേണ മുറിച്ചു കളയണം. ശക്തിയുണ്ടായിട്ടും ബലവത്തായ മറ്റു കാരണത്താൽ അതിന് ഭാവമില്ലെങ്കിൽ അതിപ്രേമാസ്പദങ്ങളാൽ ദുസ്തജങ്ങളായ സ്വപ്രാണങ്ങളെ തന്നെ ഉപേക്ഷിക്കണം. ഈ മൂന്നിൽ ഓരോന്നും ധർമ്മമാകുന്നു. ഇതൊന്നും ചെയ്യാതെ ശിവനിന്ദ ചെയ്യുന്നതിനെ അനുമോദിച്ചവർക്കും അനിഷ്ടം നേരിടാതിരിക്കയില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അധസ്തവോത്പന്നമിതം കളേവരം നദാരയിഷ്യേ ശിതികണ്ഠഗർഹിണഃ ജഗദ്ദസ്യ മോഹാദിവിശുദ്ധിമന്ദസോ ജുഗുപ്സിതസ്യോദ്ധരണം പ്രജക്ഷതേ. അതുകൊണ്ട് ലോകഹിതത്തിനായി വിഷം കൂടെ പാനം ചെയ്ത ശ്രീ ശിവനെ നിന്ദിക്കുന്ന അങ്ങയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ഈ ശരീരത്തെ ഇനിമേൽ ധരിപ്പാൻ ഞാൻ വിചാരിക്കുന്നില്ല. ശിവാജ്ഞയെ അതിക്രമിച്ചും അങ്ങയെ സ്നേഹിച്ചിവിടെ വന്നിരിക്കുന്ന ഞാൻ ശിവപത്നി എന്നുള്ള വിചാരത്താൽ അഭിനന്ദിക്കാതിരുന്നതിനാൽ മഹാപരാധം ചെയ്ത് അങ്ങയെ ശാസിപ്പാൻ നിവർത്തിയില്ല. ഞാൻ പുത്രിയായിരിക്കുന്നു. പുത്രിക്ക് പിതാവിനെ ശാസിക്കുന്നത് ഉചിതമല്ല. അതിനാൽ അങ്ങയുടെ സംബന്ധമുള്ള ശരീരത്തെ ഉപേക്ഷിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. അറിയാതെ ഭക്ഷിച്ചുപോയ അന്നം അശുദ്ധമായതാണെന്നറിഞ്ഞാൽ അതിനെ ഛർദ്ദിച്ചു കളയുന്നത് തന്നെ ശുദ്ധീകരണം എന്ന് മഹാജനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ ദേഹത്യാഗം തന്നെ അങ്ങയുടെ പുത്രിയായി ജനിച്ചതിൻ്റെ പരിഹാരരൂപമായ ശുദ്ധികർമ്മം. ന വേദവാദാനനുവർത്തതേ മതിഹി സ്വയേവ ലോകേ രമതോ മഹാമുനേഃ യഥാഗതിർദൈവമനുഷ്യയോ പൃഥക് സ്വയേവ ധർമ്മേന പരം ക്ഷിബേ സ്ഥിതഃ. പുത്രിയുടെ ഭർത്താവായ ശിവൻ സദസ്സിൽ എന്നെ മാനിക്കേണ്ടതല്ലയോ? അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ശിവനിന്ദ ചെയ്തത്. അതിനാൽ എന്നിൽ മാത്രം ദോഷം ആരോപിച്ചു. ശരീരത്തെ ഉപേക്ഷിപ്പാനുള്ള പരിശ്രമം യുക്തമല്ല എന്നുള്ള പക്ഷത്തെ ഉദ്ഭാവനം ചെയ്തുകൊണ്ട് അതിന് മറുപടി പറയുന്നു. സ്വരൂപാനന്ദത്തിൽ നിരന്തരം രമിച്ചും അതിനെ തന്നെ മനനം ചെയ്തുകൊണ്ടുമിരിക്കുന്ന ആത്മാരാമന്മാർ വേദവിധികളെ അനുസരിപ്പാനുള്ള കിങ്കരന്മാരല്ല. ഹേ അർജുന, ത്രിഗുണാതീതനായി ഭവിക്കുക എന്നുള്ള ഭഗവത് വാക്യം വേദങ്ങൾ ലോകരീതിയെ അനുസരിച്ചിരിക്കുന്നവരെ ക്രമത്തിൽ ആത്മാഭിമുഖന്മാരാക്കുവാനുള്ള അഭ്യാസ പടവുകളാണെന്ന് ധരിപ്പിക്കുന്നു. ത്രിഗുണാതീതമായ ആത്മാനന്ദത്തെ അനുഭവിച്ചിരിക്കുന്ന മഹാജ്ഞാനികൾ വേദവിധികളെ അനുസരിക്കുന്നില്ല. ത്രിഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ആത്മാനന്ദത്തെ അനുഭവിക്കുന്നവരെക്കുറിച്ച് വിധി നിഷേധരൂപങ്ങളായ വേദവാക്കുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ്
അനുഭവരസികന്മാരായ മഹാത്മാക്കൾ പറഞ്ഞിരിക്കുന്നത്. ദേവന്മാർ ആകാശത്തിൽ സഞ്ചരിക്കുന്നു, മനുഷ്യരോ ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ഇതുപോലെ മഹാന്മാരുടെയും ലൗകികന്മാരുടെയും ഗതി ഭിന്നയാകുന്നു. സ്വധർമ്മത്തിൽ ഇരിക്കുവാനല്ലാതെ പരനെ അധിക്ഷേപിക്കുവാൻ അധികാരമില്ല എന്നുള്ള ന്യായത്തെ അവലംബിച്ചിരിക്കുന്ന മഹാത്മാക്കൾ വേദവിധികളെ നിഷേധിക്കാതെയും അതിനെ അനുസരിക്കുന്നവരെ ചലിപ്പിക്കാതെയും തങ്ങളുടെ സ്ഥാനത്തിലിരിക്കുന്നു. കർമ്മപ്രവൃത്തം ച നിവൃത്തമപ്യുതം വേദേ വിവിച്യോ അഭയലിംഗമാശ്രിതം വിരോധി തദ്യോഗപദേകകർത്തരി ദ്വയം തഥാ ബ്രഹ്മണി കർമ്മനർച്ചതി. സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കുവാൻ ഉപകരിക്കുന്ന യാഗാദികർമ്മങ്ങൾക്ക് പ്രവൃത്തി മാർഗമെന്നും ആ ലോകങ്ങളിൽ ആഗ്രഹം ജനിക്കാതിരിക്കാനായി ഭഗവാനിൽ സമർപ്പിക്കുന്ന കർമ്മങ്ങൾക്ക് നിവൃത്തി മാർഗമെന്നും മാർഗഭേദത്തെ നിശ്ചയിച്ചുകൊണ്ട് രണ്ട് വിധം കർമ്മങ്ങളെയും വേദം അംഗീകരിച്ചിരിക്കുന്നു. രണ്ടും സത്യം തന്നെ. അധികാരിയുടെ യോഗ്യതാനുസരണം അനുഷ്ഠിക്കാം, തൽബലം സിദ്ധിക്കുകയും ചെയ്യും. ഒരേ പുരുഷൻ ഒരേ സമയത്ത് രണ്ടുവിധ കർമ്മങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതല്ല. വെളിച്ചവും ഇരുട്ടും ഒരേ സമയത്ത് ഒരു സ്ഥലത്തിൽ കാണപ്പെടുകയില്ല. വിഷയാസക്തൻ പ്രവൃത്തി മാർഗത്തിലും വിഷയവിരക്തിയെ ആഗ്രഹിക്കുന്നവൻ നിവൃത്തി മാർഗത്തിലും ഇരിക്കുന്നതിന് വിരോധമില്ല. വിഷയാസക്തനായിരുന്ന് പ്രവൃത്തി മാർഗത്തിൽ പ്രവർത്തിച്ചവൻ തന്നെ മറ്റൊരു കാലത്തിൽ വിഷയവിരക്തനായി വന്നാൽ നിവൃത്തി മാർഗത്തെ ആശ്രയിച്ചു കർമ്മം നടത്തുന്നതിനും വിരോധമില്ല. എന്നാൽ അപരോക്ഷാനുഭൂതി നിമിത്തം ബ്രഹ്മമായിരിക്കുന്ന ജ്ഞാനിയിൽ ഒരുവിധമായ കർമ്മവും പ്രവർത്തിക്കുന്നില്ല. ആ മഹാത്മാവ് ബ്രഹ്മമായി തന്നെ ഇരിക്കുന്നു. ആനന്ദഘനീഭൂതമായ ബ്രഹ്മം എങ്ങനെ പ്രവൃത്തി നിവൃത്തി രൂപങ്ങളായ കർമ്മങ്ങളിലേർപ്പെടും? അതു സാധ്യമല്ല. അതിനാൽ പരമാനന്ദ സ്വരൂപനായ ശ്രീ ശിവൻ കർമാതീതമായ ബ്രഹ്മമാണെന്ന് പറയുന്നു. മാവാ പദവ്യപിതരസ്മദാസ്ഥിത യാ യത്നശാലാസുന ധൂമവർത്മഭിഃ തദന്യതൃപ്തൈർ അസുഭൃത് വിരീഡിത അവ്യക്തലിംഗ അവധൂതസേവിതാഃ. ചിതാഭസ്മൻ ലേപനം ചെയ്തും നഗ്നനായും ഭൂതഗണങ്ങളോട് ചേർന്നും സഞ്ചരിക്കുന്നതിനാൽ ശ്രീ ശിവന് ഭോഗസാമഗ്രികളില്ലെന്ന് ദക്ഷൻ ചെയ്ത അധിക്ഷേപത്തിന് സമാധാനം പറഞ്ഞുകൊണ്ട് ശ്രീ ശിവൻ്റെ നിരതിശയാനന്ദ സ്വരൂപാനുഭാവത്തെക്കുറിച്ച് പറയുന്നു. ഹേ പിതാവേ, അങ്ങയിലുള്ള സ്നേഹത്താൽ ഞാൻ പറയുന്നതിൽ മനസ്സിരുത്തണം. ഞങ്ങൾ അധിവസിക്കുന്ന പദവികൾ നിങ്ങൾക്കില്ല. നിങ്ങളുടെ പദവികൾ അല്പകാലം നിലനിൽക്കുന്നവയും പുനരാവൃത്തി ഉള്ളവയുമാകുന്നു. യാഗാന്നത്താൽ തൃപ്തിയടയുന്ന ദേഹാഭിമാനികൾ ആ പദവികളെ സ്തുതിക്കും. യാഗാനുഷ്ഠാനത്താൽ സിദ്ധിക്കുന്ന ആ ലോകങ്ങളിലേക്ക് ധൂമമാർഗത്തിൽ കൂടെ തന്നെ ഗമിക്കണം. ഞങ്ങൾ അനുഭവിക്കുന്ന നിരതിശയാനന്ദ പദവിയാകട്ടെ വ്യക്തമായ കാരണത്തോടു കൂടിയതല്ല. ഇച്ഛാമാത്രത്താൽ സ്വാനന്ദാനുഭൂതിയിൽ നിത്യതൃപ്തിയെ അവലംബിച്ചിരിക്കുന്ന ഞങ്ങളുടെ പദവിയെ ലൗകികങ്ങളായ ഭാര്യാപുത്രാദി തുച്ഛവിഷയങ്ങളെ നിസ്സാരങ്ങളായി കണ്ടതുകൊണ്ട് അവയെ ദൂരീകരിച്ചിരിക്കുന്ന പരമഹംസന്മാരായ അവധൂതന്മാർക്ക് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. അതിനാൽ ഞാൻ ഭോഗസമൃദ്ധിയുള്ളവൻ, ശ്രീരുദ്രനാകട്ടെ അതിദീനൻ, സുഖോപകരണങ്ങളൊന്നുമില്ലാത്തവനെന്ന് ഗർവിക്കേണ്ട. അങ്ങയുടെ ആ ധാരണ ശിവമാഹാത്മ്യം അറിയാത്തതുകൊണ്ടുണ്ടായിരിക്കുന്നതാണ്. നൈതേന ദേഹേന ഹരേ കൃതാഗസോ ദേഹോദ്ഭവേനാലമലം കുജന്മന വ്രീഡാമമാഭൂത് കുജനപ്രസംഗതസ്തജ്ജന്മദിഗ്യോ മഹദാമവദ്യകൃത്. ഈ ശരീരത്തെ ഞാൻ ത്യജിപ്പാൻ തന്നെ നിശ്ചയിച്ചു. എന്തുകൊണ്ടെന്നാൽ ശ്രീ ശിവനെ നിന്ദിക്കുന്ന അങ്ങയുടെ ദേഹത്തിൽ നിന്നുണ്ടായതാണല്ലോ എൻ്റെ ഈ ശരീരം. കുത്സിതനായ അങ്ങയുടെ സംബന്ധ നിമിത്തം എനിക്ക് അപമാനം സംഭവിച്ചു. യാതൊരുവൻ മഹാന്മാരെ നിന്ദിക്കുന്നുവോ അവനിൽ നിന്നുണ്ടായ ശരീരം ശ്ലാഘ്യമല്ല, അതിനാൽ ത്യാജ്യം തന്നെ. ഗോത്രം ത്വദീയം ഭഗവാൻ വൃഷധ്വജോ ദാക്ഷായണീത്യാഹ യഥാ സുദുർമനാഃ വ്യഭേദനർമ്മസ്മിതമാശു തദ്യഹം വ്യുത്സൃക്ഷ്യയേതത് ഗുണഭം ത്വദംഗജം. ഇവിടെ നിന്ന് ഭഗവത് സന്നിധിയിൽ പ്രവേശിച്ചാൽ സകല ഐശ്വര്യ പരിപൂർണനും ധർമ്മസ്വരൂപനുമായ ശ്രീ ശിവൻ പരിഹാസമായിട്ടെങ്കിലും ദാക്ഷായണി എന്നുള്ള നാമധേയത്താൽ അങ്ങയുടെ ഗോത്രത്തിൽ ജനിച്ചവളെന്നുള്ള അഭിപ്രായത്തെ പ്രകാശിപ്പിക്കാതിരിക്കയില്ല. അപ്പോൾ എൻ്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന മന്ദഹാസം തൽക്ഷണം നശിക്കും. എന്നു മാത്രമല്ല, ഞാൻ വളരെ ക്ലേശിക്കുകയും ചെയ്യും. അതിനാൽ നിന്ദ്യനായ അങ്ങയിൽ നിന്ന് ഉത്ഭവിച്ചതായ ഈ ശരീരം ജീവിക്കുന്ന സമയത്തും ശവപ്രായം തന്നെ. അതിനാൽ ഒട്ടും താമസം കൂടാതെ അതിനെ ഉപേക്ഷിക്കുന്നു. മൈത്രേയ ഉവാച ഇത്യദ്വരേ ദക്ഷമനൂദ്യ ശത്രുഹൻ ക്ഷിതാവുദീജീം നിഷസാദ ശാന്തവാക്
സ്പൃഷ്ടാജലം പീതദുകൂലസംവൃത നിമീല്യ ദൃഗ്യോഗപദം സമാവിശത്. മൈത്രേയർ പറഞ്ഞു, കാമക്രോധാദി വൃത്തികളാകുന്ന ശത്രുക്കളെ സംഹരിച്ചിരിക്കുന്ന ശാന്തഗുണവാനായ വിതുര ഇപ്രകാരം യാഗശാലയിൽ വെച്ച് ദക്ഷനോട് ദേഹത്യാഗത്തിൻ്റെ കാരണത്തെപ്പറ്റി പറഞ്ഞ സതീദേവി മൗനമാശ്രയിച്ചു. ജലം സ്പർശിച്ചു, മഞ്ഞപ്പട്ടുടുത്തു. അതുകൊണ്ട് തന്നെ ദേഹത്തെ ആച്ഛാദനം ചെയ്തു, കണ്ണുകളടച്ചു, സകലേന്ദ്രിയങ്ങളെയും അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചു. മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുന്നതായ യോഗമാർഗത്തെ ആശ്രയിച്ചു. യത്നസദസ്സിൽ വെറും നിലത്ത് വടക്കു ദിക്കു നോക്കിയിരുന്നു. കൃത്വാ സമാനാവനിലൗജിതാസന സോദാനമുത്താപ്യ നാഭിചക്രദഃ ശനൈർഹൃദി സ്ഥാപ്യ ധിയോരസി സ്ഥിതം കണ്ടാത് ഭ്രുവോർമധ്യമനിന്ദിതാനയത്. ശരീരത്തിൽ നിന്ന് ജീവചൈതന്യം വേറിടുന്ന സമയത്തിലുണ്ടാകുന്ന വായുക്കളുടെ ചലനത്താൽ ശരീരത്തിന് ചലനം നേരിടാതിരിക്കത്തക്ക വിധം ആസനത്തെ ഉറപ്പിച്ചു. സ്വസ്തികാസനത്തിൽ ബന്ധപാത പത്മയായിരുന്നു എന്ന് സാരം. ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്തിയിരിക്കുന്ന പരമപൂജിയായ ആ സതീദേവി അനന്തരം പ്രാണായാമം ആരംഭിച്ചു. ഊർധ്വഗതിയോടുകൂടിയ പ്രാണവായുവിനെയും അധോഗതിയോടുകൂടിയ അപാനവായുവിനെയും ഒരുമിച്ച് ചേർത്തി 2 ദിക്കുകളിലേക്കുള്ള ഗതികളെ നിരോധിച്ചും കൊണ്ട് ശരീരവ്യാപാരങ്ങളെ നടത്തുന്നവരിൽ വെച്ച് മുഖ്യമായിരിക്കുന്നവരെ പ്രാണാപാന വായുക്കളെ നാഭിസ്ഥാനത്തിലുള്ള മണിപൂരകം എന്ന ചക്രത്തിൽ നിലപ്പിച്ചു. നാഭിസ്ഥാനത്തിലുള്ള ഉദാനൻ എന്ന വായുവിനെ അവിടെ നിന്നുയർത്തി പ്രാണാപാനന്മാരെ ഉദാനനോട് കൂട്ടിപ്പിടിച്ചു. 3 വിധ വായുക്കളെയും ഏകരൂപമാക്കിയിട്ട് ഹൃദയത്തിലേക്ക് വ്യാപിച്ചു. ആ സ്ഥാനത്തിലുള്ള അനാഹതം എന്ന ചക്രത്തിൽ നിലപ്പിച്ചു. അവിടെ നിന്ന് കണ്ടത്തിൻ്റെ അധോഭാഗത്ത് മാറിടത്തിൻ്റെ ഊർധ്വഭാഗത്തുള്ള വിശുദ്ധി ചക്രത്തിൽ നിർത്തി. പിന്നെ അതിൻ്റെ അഗ്രത്തിൽ കൂടെ വളരെ സാവധാനത്തിൽ പുരികങ്ങളുടെ മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുവന്നു. തനിക്ക് ഇരിപ്പാനുപയോഗിക്കുന്ന രഥത്തെ നടത്തുവാനറിയുന്ന മഹാരഥനായ യോദ്ധാവ് ആ രഥത്തിലിരുന്ന് ഇഷ്ടമുള്ള സ്ഥലത്തിലേക്ക് ആ രഥസഹിതനായിട്ട് സഞ്ചരിക്കുന്നത് പോലെ ജീവചൈതന്യത്തിൻ്റെ ഇരിപ്പിടമായ പ്രാണാദിവായുക്കളെ ശരീരസ്ഥാനങ്ങളിൽ സഞ്ചരിപ്പിക്കുവാനും ഇഷ്ടമുള്ളപ്പോൾ ആ വായുക്കളോടുകൂടെ സ്ഥൂലദേഹം വിട്ടുപോവാനും യോഗിക്ക് സാധിക്കുമെന്നുള്ള യോഗമാഹാത്മ്യത്തെ യോഗേശ്വരി വെളിപ്പെടുത്തുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നു പേരുള്ള 6 ചക്രങ്ങൾ ജീവസ്ഥാനങ്ങളാകുന്നു. ഒരു സ്ഥാനത്തിൽ നിന്ന് പുറപ്പെട്ടാൽ മറ്റൊരു സ്ഥാനത്തിൽ ചെന്ന് വിശ്രമിക്കാം. ഇരുന്നു പോവാനുള്ള വാഹനം പ്രാണാദിവായുക്കളാകുന്നു എന്നുള്ള യോഗ സമ്പ്രദായത്തെ അല്പാൽപ്പം വിശദമാക്കിയിരിക്കുന്നു. സാക്ഷാൽ ജഗദംബികയായ സതീദേവിക്ക് അത് സഹജമാകുന്നു. ഏവം സ്വദേഹം മഹതാം മഹീയസാം മുഹുസ്സമാരോപിതമംഗമാദരാത് ജിഹാസതീ ദക്ഷരുഷാ മനസ്വിനി ദദാരഗാത്രേ ശനിലാഗ്നിധാരണാം. ഇപ്രകാരം പിതാവായ ദക്ഷനെക്കുറിച്ചുണ്ടായ രോഷം നിമിത്തം മഹാന്മാരും പൂജ്യന്മാരുമായിരിക്കുന്ന ബ്രഹ്മാദി ദേവന്മാരാൽ കൂടെ ഏറ്റവും വന്ദ്യനായ ശ്രീ ശിവനാൽ ആദരപൂർവ്വം മടിയിലിരുത്തി ലാളിക്കപ്പെട്ടതായ സ്വശരീരത്തെ ഉപേക്ഷിപ്പാൻ ഇച്ഛിച്ച സതീദേവി മഹാതേജസ്സിൽ ലയിപ്പാൻ വേണ്ടിയിട്ട് അവയവങ്ങളിൽ അഗ്നിയെയും വായുവിനെയും ധ്യാനിച്ചുറപ്പിച്ചു. ശരീരം നശിക്കുന്നതിൽ സന്താപമോ ദൈന്യമോ ദേവിക്ക് ബാധിക്കാതിരുന്നതിനാൽ യോഗധാരണ ചെയ്യുന്നതിൽ അത്യുത്സാഹവും ഹൃദയത്തിന് പ്രസാദവും ഉണ്ടായി. ആത്മസാക്ഷാത്കാരം ഉണ്ടായവർക്ക് ശരീരം സ്നേഹാസ്പദം അല്ലെന്നു സാരം. തതസ്വഭർത്തുശ്ചരണാംബുജാസവം ജഗദ്ഗുരോശ്ചിന്തയദീനചാഭരം ദദർശദേഹോ ഹതകൽമഷസതി സദ്യപ്രജ്വാല സമാധിജാഗ്നിന. ശരീരാവയവങ്ങളിൽ വായുഗ്നിധാരണയെ ഉറപ്പിച്ച ശേഷം സകല ലോകങ്ങൾക്കും ജ്ഞാനോപദേശം ചെയ്യുന്ന പരമഗുരുവും സ്വഭർത്താവുമായ ശ്രീ ശിവൻ്റെ പാദപത്മത്തെ ധ്യാനിച്ചതുകൊണ്ട് ലഭിച്ചതായ ആനന്ദമാകുന്ന ആസവത്തെ മറ്റുള്ള സകലത്തെയും അർപ്പിക്കുന്ന ദ്രവ്യമായ മധുവിനെ ആസ്വദിച്ചു. അന്യമായ യാതൊന്നിനെയും കണ്ടില്ല. ആനന്ദമാത്രമായി അവശേഷിച്ചു. ഭൗതികത്തെ ഉപേക്ഷിച്ചു. ശിവധ്യാനം നിമിത്തം കൽമഷഹീനമായി ഭവിച്ച ശരീരം സമാധി കൊണ്ടുണ്ടായ അഗ്നിയാൽ ഭസ്മമായി പോവുകയും ചെയ്തു. പതിവ്രതയായ സതീദേവി പിന്നെയും ശിവപ്രാപ്തിക്ക് വേണ്ടി ശിവധ്യാനപൂർവം ശരീരത്തെ ഉപേക്ഷിച്ചു. തത്പശ്യതാം ഖേ ഭുവിചാദ്ഭുതം മഹദ്ദാഹേദിവാദസ്സു മഹാനജായത ഹന്തപ്രിയാ ദൈവതമസ്യ ദേവി ജഹാവസൂൻകേന സതീ പ്രകോപിത. യോഗത്തിലിരുന്ന് ദേഹത്തെ ഉപേക്ഷിച്ചതിനെ ഭൂമിയിലും ആകാശത്തിലും കണ്ടുകൊണ്ടിരുന്ന മനുഷ്യരും ദേവന്മാരും പെട്ടെന്ന് ഹാ കഷ്ടം ഹാ കഷ്ടം എന്ന ശബ്ദം അത്യുച്ചത്തിൽ പുറപ്പെടുവിച്ചു. അനന്തരം ഓരോന്ന് പറയുവാൻ തുടങ്ങി.
പരമപൂജ്യനായ ശ്രീ ശിവൻ്റെ പ്രേമാസ്പദയായ സതീദേവി പിതാവായ ദക്ഷനാൽ കോപിക്കപ്പെട്ടതിനാൽ പ്രാണങ്ങളെ ഉപേക്ഷിച്ചുവല്ലോ. മഹാകഷ്ടം. അഹോ അനാത്മ്യം മഹദസ്യ പശ്യത പ്രജേപദേര്യസ്യ ചരാചരം പ്രജാഹ ജഹാവസൂന്യദ്വിമദാത്മജാ സതി മനസ്സുനീമാനമഭീഷണമർഹതി. ദക്ഷ പ്രജാപതിയുടെ പ്രജകളായവർ അനേകമുണ്ട്. അവരിൽ ഒരുപോലെ സ്നേഹത്തോടുകൂടി ഇരിക്കേണ്ടത് പിതൃധർമ്മമാകുന്നു. അതിലും വിശേഷിച്ച് അനേകം കല്യാണ ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന സതീദേവിയെ മറ്റുള്ളവരെക്കാൾ അധികം ആദരിക്കണം. അങ്ങനെയിരിക്കെ ആദരിക്കാതെ ഇരുന്നുവെന്ന് മാത്രമല്ല, അവമാനിക്കുകയും ചെയ്തതിനെ സഹിക്കവയ്യാതെ ആ പതിവ്രത പ്രാണത്യാഗം ചെയ്തുവല്ലോ. മഹാകഷ്ടമായി. ദക്ഷൻ്റെ ദേഹാഭിമാനത്തിൻ്റെ ശക്തി അല്പമൊന്നുമല്ല, അതികഷ്ടം. ദക്ഷ പ്രജാപതിയുടെ ദേഹാഭിമാനത്തെ മഹാജനങ്ങൾ കാണേണ്ടതാകുന്നു. സോയം ദുർമർഷഹൃദയോ ബ്രഹ്മദൃക്ച ലോകേ ഭകീർത്തിം മഹതീമവാപ്സ്യതി യദംഗജാം സ്വം പുരുഷദ്യുടുദ്യതാം ന പ്രത്യഷേദൻ ഹൃദയേ പരാദതഃ. അതികഠോരങ്ങളായ പുണ്യപാപങ്ങളുടെ ബലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കും എന്നുള്ള അഭിപ്രായത്തോടുകൂടെ ജനങ്ങൾ ദക്ഷനെ ശപിക്കുന്ന മട്ടിൽ പറയുന്നു. ശ്രീ ശിവൻ സാക്ഷാൽ ബ്രഹ്മമാകുന്നു. ആ ദേവനെ ദ്വേഷിച്ചവൻ ബ്രഹ്മനിഷ്ഠന്മാരായ സകല പൂജ്യന്മാരെയും ദ്വേഷിച്ചവനെന്ന് പറയാം. ശ്രീ ശിവൻ്റെ ലോകപൂജ്യതയെ സഹിക്കവയ്യാതെ ദുഷിച്ച ഹൃദയത്തോടുകൂടിയ ദക്ഷൻ ശിവനെ നിന്ദിച്ചു. തൽസംബന്ധ നിമിത്തം സ്വപുത്രിയെ അവമാനിക്കുകയും ചെയ്തു. ആ അപരാധത്തെക്കുറിച്ച് പരിതപിച്ച പുത്രി മരിപ്പാൻ ഭാവിച്ചപ്പോൾ അതിനെ വിരോധിച്ചില്ല. അതിനാൽ ഈ ദക്ഷൻ ലോകത്തിൽ മഹാജനങ്ങളുടെ ഇടയിൽ തീരാത്തതായ അപകീർത്തിയെയും പ്രാപിക്കും. അതിനേക്കാൾ കവിഞ്ഞതായ ആപത്തും ഉടനെ നേരിടും. വദത്യേവം ജനേ സത്യ ദൃഷ്ട്വാ സുത്യാഗമത്ഭുതം ദക്ഷം തത്പാർഷദാഹന്തും ഉദതിഷ്ഠന്നുദായുധാഹ. സതീദേവി പ്രാണത്യാഗം ചെയ്തതായ അത്ഭുതത്തെ നോക്കിക്കണ്ടിരുന്ന മഹാജനം ഇങ്ങനെ ദക്ഷാപരാധത്തെ അധിക്ഷേപിക്കുന്ന സമയം ദേവിയുടെ അനുചരന്മാർ ആയുധങ്ങളെ കയ്യിലുയർത്തിപ്പിടിച്ചുകൊണ്ട് ദക്ഷനെ സംഹരിപ്പാനായി എഴുന്നേറ്റു. തേഷാമബാധതാം വേഗം നിശാമ്യ ഭഗവാൻ ഭൃഗുഃ യത്നഗ്നഗ്നേന യജുഷ ദക്ഷിണാഗ്നൗ ജുഹാവഹ. യാഗം മുടക്കുവാനായി പാഞ്ഞുവരുന്ന രുദ്രാനുചരന്മാരുടെ വേഗത്തെ കണ്ടിട്ട് പ്രതിവിധി ചെയ്യാൻ സമർത്ഥനായ ഭൃഗുമഹർഷി യാഗവിഘ്നാദികളെ സംഹരിപ്പാനുള്ള ആഭിചാരമന്ത്രം കൊണ്ട് അതിനു യോഗ്യമായ ദക്ഷിണാഗ്നിയിൽ ഹോമിച്ചു. അദ്വരുണാഹൂയമാനേ ദേവാ ഉത്പേതുരോജസ ഋഭവോ നാമ തപസ സോമം പ്രാപ്ത സഹസ്രശഃ. കർമ്മകർത്താവായ ഭൃഗുമുനി യത്നരക്ഷയെ ഉദ്ദേശിച്ച് ആഭിചാരമന്ത്രത്താൽ ഹോമിച്ച സമയം ഹോമകുണ്ഡത്തിൽ നിന്ന് അനേക ദേവന്മാർ ഉത്ഭവിച്ചു. ഇവർക്ക് ഋഭുക്കൾ എന്നു പേർ. ഇവരാകട്ടെ തപപ്രഭാവത്താൽ ചന്ദ്രലോകത്തിൽ വസിച്ചിരുന്ന ദേവന്മാരാകുന്നു. തൈരലാദായുധൈ സർവേ പ്രമദാ സഹഗുഹ്യഗാഃ ഹന്യമാനാദിശോ ബേജുർ ഉഷദ്ഭിബ്രഹ്മ തേജസ. അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറപ്പെട്ട ഋഭുക്കൾ തീക്കൊള്ളികളാകുന്ന അവരുടെ ആയുധങ്ങളെ കൊണ്ട് രുദ്രപാർഷദന്മാരായ ഗുഹ്യകന്മാരെയും പ്രമദഗണങ്ങളെയും അടിച്ചു തുടങ്ങിയപ്പോൾ അവരെല്ലാം ഓരോ ദിക്കുകളിലേക്ക് പാഞ്ഞു. രുദ്രപാർഷദന്മാരെ ഓട്ടിക്കുവാനുള്ള ശക്തി മന്ത്രവൈഭവത്താൽ ഈ ദേവന്മാർക്കുണ്ടായി. 4-ാമത്തെ അധ്യായം സമാപിച്ചു. 5-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.